ഞാൻ വരുന്നൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ലിപ് ബാം മേടിക്കാൻ തോന്നിയപ്പോൾ എനിക്കത് എൻ്റെ വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഹായ്, ഞാനിങ്ങനെ കുറേ റീലൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ തോട്ട്സ് വന്നു. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഷെയർ ചെയ്യാമെന്ന്. നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് എന്തായാലും വേണം. ഇപ്പോൾ നമുക്കൊരു ഉടുപ്പ് മേടിക്കാൻ തോന്നിയാലോ, അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാൻ തോന്നിയാലും നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്കത് മേടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ വരുന്നൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ലിപ് ബാം മേടിക്കാൻ തോന്നിയപ്പോൾ എനിക്കത് എൻ്റെ വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം പപ്പയമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അരിയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എനിക്ക് ഇത് മേടിക്കണം അങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട് ഒതുക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ചില്ലറ പൈസകൾ, അല്ലെങ്കിൽ വല്ല ഫങ്ഷൻസിനൊക്കെ കിട്ടുന്ന പോക്കറ്റ് മണി, അങ്ങനെയൊക്കെ ഉള്ളത് കൂട്ടി വെച്ച്, അല്ലെങ്കിൽ ഇച്ചിരി കൂടി വലുതായപ്പോൾ ട്യൂഷൻ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്നും മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിൽ എൻ്റെ 9 to 5 ജോലി ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു പപ്പേനും അമ്മേനും പുറത്ത് കൊണ്ടുപോകണം, പ്ലെയിനിൽ കയറ്റണം, എനിക്കും പ്ലെയിനിൽ കയറണം. അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും മിററിൻ്റെ അതൊക്കെ മേടിച്ച് കുടിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കൊതി വരും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ നോക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കും. അതായത് പറ്റില്ല, നമ്മുടെ ഒരു പൈസ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എനിക്കിങ്ങനെ സങ്കടം വരും. അതിനുള്ളതൊക്കെ ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഞാൻ കുടിച്ചു. മിറൻ്റെക്കും പെപ്സിക്കും ഒന്നും ഒരു കണക്കില്ല. പക്ഷേ ഇതൊന്നും നല്ലതല്ല. ബട്ട് സ്റ്റിൽ ആ 4ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഞാൻ കുടിച്ചു. അങ്ങനെ എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടത്തിയില്ല. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുറേ സ്പെൻഡ് ചെയ്യണം അങ്ങനെയല്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിശുക്ക് ജീവിക്കണം എന്നല്ല. കാരണം നമ്മളിപ്പോൾ മരിച്ചു പോകും നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആഗ്രഹത്തിന് നോക്കി നമ്മൾ ചിന്തിച്ചൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു എമർജൻസി വന്നാൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്ത് നമ്മൾ റെഡിയാക്കണം. അത്രയേ ഉള്ളൂ. ബൈ.